أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. عما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناظري يا مطلب الحاجات خواجة سنجري يا سيدي كنيال مولى حاضري يا مطلب الحاجات مولى القادر يا سيدي مراد مولى حاضري يا مطلب الحاجات مولى جلالي. കുരിരുട്ടാലുള്ള വഴിയിൽ കൈപിടിച്ച മുറബ്ബിയേ ഹക്കിലേക്ക് നേരിലേക്ക് ചേർക്കണേ യാ സയ്യിദേ. പാപമേറെ ചെയ്തു പോയി പാദീകനായി പാടി ഞാൻ ഹക്കിലേക്ക് നേരിലേക്ക് ചേർക്കണേ മുറബ്ബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മർത്തിൻ മൗത്തിന്റെ ചിന്ത മറക്കല്ലേ, മലിക്കുൽ ജബ്ബാറിന്റെ വിധികൾ വേടിയല്ലേ. മനുജാനി കേവലം ഒരു പീടി മണ്ണല്ലേ, മണ്ണറക്കുള്ളിൽ നീ പോവേണ്ടുന്നോനല്ലേ, മണ്ണറക്കുള്ളിൽ നീ പോവേണ്ടുന്നോനല്ലേ.
മർത്യൻ മൗത്തിന്റെ ചിന്ത മറക്കല്ലേ, മലിക്കുൽ ജബ്ബാറിന്റെ വിധികൾ വേടിയല്ലേ. മനുജാനി കേവലം ഒരു പീടി മണ്ണല്ലേ, മണ്ണറക്കുള്ളിൽ നീ പോവേണ്ടുന്നോനല്ലേ, പോവേണ്ടുന്നോനല്ലേ. കഥ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിനം മലക്ക് കരളലിക്കും റൂഹ് പിടിക്കുന്ന മലക്ക് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അമ്പര ചുംബിയാം നിന്റെ മണിമേട, അന്ന് നിനക്കമ്പ് ആകുന്ന പാഴ്വേല, അകതാരിലായിരം വ്യാമോഹ പൂഞ്ചോല, അന്ന് നിനക്കമ്പ് ആകും വിയാ സൗജ, അന്ന് നിനക്കമ്പ് ആകും വിയാ സൗജ. മർത്യൻ മൗത്തിന്റെ ചിന്ത മറക്കല്ലേ, മലിക്കുൽ ജബ്ബാറിന്റെ വിധികൾ വേടിയല്ലേ. മനുജാനി കേവലം ഒരു പീടി മണ്ണല്ലേ, മണ്ണറക്കുള്ളിൽ നീ പോവേണ്ടുന്നോനല്ലേ, മണ്ണറക്കുള്ളിൽ നീ പോവേണ്ടുന്നോനല്ലേ. മൗത്തിൻ മടി തട്ടിൽ തണലകി ചിരിക്കും മലക്കുൽ മൗത്ത് അസ്റായിൽ റൂഹിനെ പിടിക്കും. മരണത്തെ കുറിച്ച് നീ മനസ്സിലന്നോർക്കും, അമ്പര ചുംബിയാം നിന്റെ മണിമേട, അന്ന് നിനക്കമ്പ് ആകുന്ന പാഴ്വേല, അകതാരിലായിരം വ്യാമോഹ പൂഞ്ചോല, അന്ന് നിനക്കമ്പ് ആകും വിയാ സൗജ, അന്ന് നിനക്കമ്പ് ആകും വിയാ സൗജ. വഅല മുഹമ്മദ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ ഈ മഹല്ലത്തിന് ആത്മീയമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മഹല്ലത്തിന്റെ ഖതീബ് ഉസ്താദ്, ഈ വേദിയുടെ അലങ്കാരമായ മറ്റു ഉസ്താദുമാർ, ജമാഅത്തിന്റെ കർമ്മധീരരായ ഭാരവാഹികൾ, ഈ പരിശുദ്ധമായ ഇൽമി സദസ്സിന്റെ സംഘാടകർ, അതുപോലെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ദഫ്റാത്തീബിലെ ബഹുമാന്യരായ അംഗങ്ങൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുത്തു മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അർഹമുർറഹീമായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് പരിശുദ്ധവും പരിപാവനവുമായ ഈ സംഗമം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സംഗമത്തിന്റെ കാരണത്താൽ നാളെ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി കാമിലായ ഈമാനോടുകൂടെ പരിപൂർണമായ തൗബ ചെയ്ത് വുളൂഅ് ചെയ്ത് സകല ബാധ്യതകളും വീട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗം കണ്ട് ഏറ്റവും നല്ല മാസം, ഏറ്റവും നല്ല ദിവസം, ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം സാധുക്കളായ നമുക്കൊക്കെ പടച്ച തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സംഗമത്തിന്റെ, ഈ ഒരു ഒരുമിച്ച് കൂടിയതിന്റെ ബറക്കത്ത് കൊണ്ട് ദുന്യവിയും ഉഖറവിയുമായ എല്ലാവിധ ആഫാത്ത്, മുസീബാത്ത്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അല്ലാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ആമുഖ ഭാഷണങ്ങൾക്ക് മുതിരുന്നില്ല, സമയമില്ല. ഇൻഷാ അല്ലാഹ് മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന ഒരു വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, മണിയറയും മണ്ണറയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അവന്റെ ജീവിതത്തിൽ അവൻ വലിയ പ്രതീക്ഷയോടെ, വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന, വരാൻ വേണ്ടി സമയം അടുത്തു കിട്ടാൻ അവൻ നാളുകൾ എണ്ണി കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഒരു മനുഷ്യന്റെ മണിയറ എന്ന് പറയുന്നത്. മറ്റൊന്നും മണ്ണറ.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പേടിയുടെ, ഭയപ്പാടിന്റെ, ടെൻഷന്റെ, ഒരിക്കലും ആ ഒരു സന്ദർഭം കണ്ടുമുട്ടരുതേ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മണ്ണറ എന്ന് പറയുന്നത്. എന്നാൽ മണിയറയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിനെ നേടിയെടുക്കുമെന്നോ അതിലേക്ക് അവൻ എത്തിച്ചേരുമെന്നോ ഒരു ഗ്യാരണ്ടിയുമില്ല, ഒരു ഉറപ്പുമില്ല. പക്ഷേ മണ്ണറയെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണറ അവനെ കാത്തിരിക്കുന്നുണ്ട്. ആ മണ്ണറയിലേക്ക് അവൻ കടന്നു ചെല്ലുക തന്നെ ചെയ്യും. ഈ സുരബയിൽ മഹലിന്റെ ഖബർസ്ഥാനിയിൽ അല്ലാഹു ഖബർ കണക്കാക്കിയ മനുഷ്യന്മാരെ അവർ ഈ പള്ളിപ്പറമ്പിന്റെ പള്ളിയുടെ ചാരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സുരബയിൽ മസ്ജിദിന്റെ പള്ളിപ്പറമ്പിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മയ്യത്ത് ഖബറടക്കേണ്ട 6 അടി മണ്ണ് നിങ്ങൾ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ സുരബയിൽ പള്ളിയുടെ പള്ളിക്കാട്ടിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും കടക്കേണ്ട 6 അടി മണ്ണുണ്ടല്ലോ, ആ 6 അടി മണ്ണ് നിങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്, സഹോദരാ ഞാനിവിടെ ഒരുക്കമാണ്. അനബൈതു തുറാബ്, ഞാനിതാ മണ്ണിന്റെ വീട് നിനക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അനബൈതുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ ഭവനമാണ്, നിനക്ക് വേണ്ടി ഞാനിതാ ഒരുങ്ങി തയ്യാറായിരിക്കുന്നു. അനബൈതുൽ വഹദാ, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്, നിന്നെ കാത്തിരിക്കുകയാണ്. അനബൈതുൽ ഖുർബാ, ഞാനിതാ വിദേശാധിപത്യത്തിന്റെ ഭരണമാണ്, ഇതാരുടെയും സ്വദേശമല്ല. നിങ്ങളിതാ എന്നിലേക്ക് വരാൻ ഒരുങ്ങി തയ്യാറായിക്കൊള്ളൂ, നിങ്ങളെ സ്വീകരിക്കാൻ ഞാനിതാ ഒരുക്കമായിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരുടെയും മയ്യത്ത് ഖബറടക്കേണ്ട 6 അടി മണ്ണുണ്ടല്ലോ, ആ 6 അടി മണ്ണ് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചുറുചുറുക്കുള്ള യുവാവായ ആരോഗ്യ ദൃഢഗാത്രനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് പിടിച്ചിട്ട് സ്വാദിഖുൽ മസ്ദൂഖ്, ലോകത്തിന്റെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഇബ്നു ഖത്തായ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞത്, അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് പറയുകയാ, ഇബ്നു ഉമർ കും ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ഗാബിറുസ് സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗബാധിതനായി പ്രായാധിക്യം കൊണ്ട് ശരീരം തളർന്നു പോയ, അല്ലെങ്കിൽ രോഗം പിടിച്ചും മരണത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ടല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നല്ല ചെറുപ്പക്കാരനായ, നല്ല മുഞ്ചുള്ള യുവാവായ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്റെ തോളത്ത് പിടിച്ചിട്ട് പറയുകയാ, കും ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, മോനെ ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ ആവണേ. നമ്മുടെ നാട്ടിൽ നിന്ന് 2 വർഷത്തെ വിസ അടിച്ചിട്ട് ഗൾഫിലേക്ക് പോകുന്ന ആള് ആ നാട്ടിൽ വിദേശിയാണല്ലോ. ഞാൻ കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് വരുന്നവനാണ്, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നവനാണ്. കർണാടക സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിദേശിയാണ്. ഞാൻ ഈ നാട്ടു
നാട്ടുകാരനല്ല, ഞാൻ സ്വദേശിയല്ല. ഞാൻ ഇന്നലെ പുത്തൂരേക്ക് പ്രഭാഷണത്തിന് വന്നവനാണ്. ഇന്ന് ഈ സുരബയിലെ പ്രഭാഷണവും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് മടങ്ങിപ്പോവേണ്ടവനാണ്. എന്നെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയുകയാണ്, മോനെ അബ്ദുല്ലാ, ദുനിയാവിലൊരു വിദേശിയെ പോലെ അവിടെ ഇവിടെ കൊട്ടാരം പണിയാൻ എനിക്ക് സമയമില്ല, ഇവിടെ മുതലുകൾ വാരിക്കൂട്ടാൻ എനിക്ക് സമയമില്ല, ഇവിടെ സർവ്വ സുഖങ്ങളുടെയും ഒരു പറുദീസയൊരുക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്യം കഴിഞ്ഞാൽ, എൻ്റെ വാഹനം വന്നു കഴിഞ്ഞാൽ പോവേണ്ടവനാണ് ഞാൻ. അതുപോലെ ആവണം നമ്മൾ ഓരോരുത്തരും. മുഅ്മിനേ, നമ്മളുടെ സമയം എത്രയെന്നറിയോ? കൊഞ്ചി കൊഞ്ചി 4 കാല്, കൊഞ്ചല് മാറിയാൽ 2 കാല്, ആടി ആടി 3 കാല്, ആട്ടം നിന്നാൽ 6 കാല്. അതാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ആ ഒരു മുട്ടുകുത്തി നടക്കുന്ന കുഞ്ഞിളം പ്രായത്തിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ പിച്ചവിച്ച് നടക്കാനും ഓടാനും തുടങ്ങിയത്? ആ ഓട്ടത്തിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ ഒരു വടിയുടെ സഹായത്തോടെ വേച്ച് നടക്കാൻ തുടങ്ങിയത്? അവിടെ നിന്ന് എപ്പോഴാണ് നമ്മൾ 6 കാലുള്ള കട്ടിലിലേക്ക് നീങ്ങിയത്? കണ്ണടച്ച് തുറക്കുമ്പോഴേക്കെല്ലാം നടക്കുകയാണ്. അതുകൊണ്ട് മോനെ, ഈ ദുനിയാവില് വെട്ടിപ്പിടിക്കാൻ സമയമില്ല. ഈ ദുനിയാവില് കോട്ടകൊത്തളങ്ങൾ ഒരുക്കാൻ സമയമില്ല. സുഖത്തിന്റെ പറുദീസ ഒരുക്കാൻ ഇവിടെ നേരമില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ ആവണേ. ഈ കർണാടകയിൽ നിന്ന്, മാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പോകുന്ന നിങ്ങള് കണ്ണൂരെത്തിയപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ ഒരു തണലത്ത് വാഹനം നിർത്തി ഒരല്പസമയം സീറ്റൊന്ന് ചരിച്ച് വെച്ചിട്ടൊന്ന് കിടക്കാൻ നോക്കി. അത്ര ഒരു സമയമാണ് സഹോദരാ ഈ ദുനിയാവിൽ നിന്ന് ഖബറിലേക്കുള്ള യാത്രക്കിടയിലുള്ളത്. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്. അടുത്തുള്ള ക്യാമ്പും സോദരാ ഖബറാണ്. ഈ ഒരു സമയമേ നമുക്കുള്ളൂ. ഉമ്മ പ്രസവിച്ച സമയത്ത്, ഉമ്മ നമ്മെ പ്രസവിച്ച സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് വന്നവരല്ലേ? നമ്മുടെ ഉമ്മ നമ്മെ കണ്ട് ചിരിച്ചപ്പോ, ആളുകൾ നമ്മുടെ കൂടെ നിന്ന് ചിരിച്ചപ്പോ, നമ്മൾ മാത്രം കരഞ്ഞിട്ട് വന്നവരല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലദതുക ഉമ്മുക ഇബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. നമ്മൾ കരഞ്ഞ സമയത്ത് നമ്മളെ ഉമ്മ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോ മാത്രമാണ്? നമ്മളെ പ്രസവിക്കപ്പെട്ട സമയത്താണ്. എൻ്റെ ഭാഷ മനസ്സിലാവണില്ലേ? മലയാളം അല്ലേ? തിരിയണില്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ തിരിയാതെ പോകും. നിങ്ങൾ പൊരുത്തപ്പെട്ടേക്ക്. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. അള്ളാഹു ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരഞ്ഞപ്പോ നമ്മളെ ഉമ്മ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ സന്ദർഭത്തിലാണ്. നമ്മളെ ജനിച്ച വീണ ആ സമയത്ത് ല്ലേ? വലദതുക ഉമ്മുക ഇബ്ന ആദമ ബാക്കിയാ. മനുഷ്യ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചു ബാക്കിയാ. നീ കരഞ്ഞുകൊണ്ടായിരുന്നു. നീ കരഞ്ഞിട്ട് വന്നവനാ. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. നീ ജനിച്ചപ്പോൾ ജനങ്ങളിന്റെ ചുറ്റും നിന്ന ആളുകളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചു.
അല്ലേ? നമ്മളെ കാണാ കുഞ്ഞായപ്പോ നമ്മള് ഉമ്മ പ്രസവിച്ചതറിഞ്ഞ് കുഞ്ഞിനെ കാണാൻ വന്നവരൊക്കെ കുഞ്ഞിനെ കണ്ടപ്പോ സന്തോഷത്തോടെ ചിരിച്ചു, അല്ലേ? ചിരിച്ചില്ലേ? എന്നാലോ احرص على عمل تكون به إذا يبكون حولك لاحقا مسرورا. ഇനി നിന്റെ ചുറ്റും കൂടി നിന്ന ആളുകള് നിന്നെ കണ്ട് കരയുമ്പോൾ ചിരിച്ചുകൊണ്ട് യാത്രയാവാനുള്ള അമലിനി ഒരുക്കിക്കോ. നമ്മുടെ മയ്യത്തെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വരുമ്പോ, പടച്ചവനെ നാട്ടിലെ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നല്ലോ, എല്ലാവർക്കും നല്ല സഹായം ചെയ്ത ആളായിരുന്നല്ലോ, ഒരാളെയും വെറുപ്പിക്കാത്ത വേദനിപ്പിക്കാത്ത ആളാണല്ലോ, അയാള് മരിച്ചല്ലോ അല്ലാ എന്ന് നിന്റെ മരണവാർത്ത കേട്ട് വന്ന ആളുകൾ മുഴുവനും കരയുമ്പോ യഹ്രിസ് അലാ അമലിൻ തകൂനു ബിഹി ഇദാ, അവരൊക്കെ ഇങ്ങനെ കരയുമ്പോ മോനെ നീ ചെയ്ത സൽക്കർമ്മങ്ങളെ ആലോചിച്ചിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് കിടന്നോ, അതിനുള്ള അമലൊരുക്കിക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മണിയറക്ക് വേണ്ടി കാത്തിരുന്ന പലരും മണിയറയിലേക്ക് എത്തിയില്ല. മണിയറ ഒരുക്കിയ കാത്തിരുന്ന പലരും മണിയറയിലേക്ക് എത്തിയില്ല. നിക്കാഹ് വെള്ളിയാഴ്ച 11 മണിക്ക് കഴിഞ്ഞു. ജുമുഅ നിസ്കാരം കഴിഞ്ഞപ്പോ പുതിയാപ്പള പ്രിയപ്പെട്ട ഭാര്യയെ കൂട്ടാൻ ബൈക്കുമായിട്ട് വന്നു. നിക്കാഹ് കഴിഞ്ഞിട്ട ദമ്പതികളുടെ ആദ്യത്തെ യാത്രയാണ്. പ്രിയപ്പെട്ടവളുടെ വീട്ടിൽ നിന്ന് അവളെ തന്റെ ബൈക്കിന്റെ പുറകിൽ കയറ്റി സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചുകൊണ്ട് 2 പേരും യാത്രയാവുകയാണ്. ഒരു കായൽ തീരത്തിലൂടെയാണ്, പുഴവക്കിലൂടെയാണ് യാത്ര. തെങ്ങുകൾ ഇങ്ങനെ റോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ആ തെങ്ങിൽ നിന്നൊരു തേങ്ങ അടർന്നു വീണു. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ തലയിലേക്കാണ് ആ തേങ്ങ വന്ന് വീണത്. ആ പൊന്നുമോള് ബൈക്കിൽ നിന്ന് താഴെ വീണു. ആ പുതിയാപ്പള ബൈക്കുമായി അപ്പുറത്തുള്ള ഓടയിൽ പോയി വീണു. അവൻ ചാടിപ്പടഞ്ഞ് എണീറ്റിട്ട് തന്റെ പ്രിയപ്പെട്ടവളെ കോരിയെടുക്കുമ്പോ അവളെ തലയോട്ടി പിളർന്നിട്ടുണ്ട്. രക്തമിങ്ങനെ പുഴ പോലെ ഒഴുകുന്നുണ്ട്. അവൻ അവളെ തന്റെ മാറത്തേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുമ്പോ ആദ്യമായും അവസാനമായും തന്റെ പ്രിയപ്പെട്ടവന്റെ മടിയിൽ കിടന്ന് ആ പൊന്നുമോൾ ആ പ്രിയപ്പെട്ടവന്റെ മുഖത്തേക്ക് അവസാനത്തെ നോട്ടം നോക്കി യാത്രയാവുകയാണ്. മണിയറ കൊതിച്ചവരാ മണ്ണറയിലേക്ക് പോവുകയാണ്. മണിയറയും മണ്ണറയും തമ്മിൽ അത്ര വ്യത്യാസമേ ഉള്ളൂ, അല്ലേ? നമ്മൾ ആലോചിക്കണ്ടേ? മണിയറയെ കാത്തിരുന്ന പലരും മണിയറയിലേക്ക് എത്തിയില്ല. പകരം അവർ മണ്ണറയിലേക്കാണ് യാത്രയായത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മണിയറക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ഒരുക്കുകയാണ്. ഇവിടെ ഉണ്ടോ അറ ഒരുക്കുന്ന പരിപാടി? ഇവിടെ ഉണ്ടോ മണിയറ ഒരുക്കുന്ന? കുറവാണില്ല. മനോഹരമായി കണ്ണൂർ സ്റ്റൈലൊന്നും ഇല്ല, ലക്ഷങ്ങൾ മുടക്കി അതൊന്നുമില്ല. എന്നാലും കുറച്ചൊക്കെ അല്ലേ, ഒരു പത്രാസ് മണിയറ ഒരുക്കുന്ന ആളുകൾ, അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ മണിയറ ഒരുക്കാൻ നമ്മൾക്ക് എന്തൊരാവേശമാണ്. ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ. ചെറുപ്പക്കാരോടാ ഞാൻ പറയുന്നത്. മണിയറ ഒരുക്കാൻ നമുക്ക് എന്തൊരാവേശമാണ്, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടുവോളം നമ്മൾ തെരഞ്ഞുകൊണ്ട് നടക്കും. 3-4 വട്ടം ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് പെണ്ണ് ശരിയാവാതെ പോയ ആളുകളൊക്കെ എനിക്കറിയാം. നിങ്ങളെ നാട്ടിലത്തെ പോലെയല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കിട്ടാൻ നല്ല പാടാ,
കല്യാണം ശരിയാവാതെ തിരിച്ചുപോയി ഒരുപാട് ചെറുപ്പക്കാരെ അറിയാം. കാരണം അവന്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെ തേടി നടക്കുകയാണ് അവൻ. ഇനി അവന് ഇഷ്ടപ്പെട്ടവളെ കണ്ടെത്തിയാൽ പിന്നെ നാളുകൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. 2024 ഫെബ്രുവരി 28 നിക്കാഹ് തീരുമാനിച്ചു വെച്ചാൽ അവന് പിന്നെ എണ്ണിയിട്ട് കാത്തിരിപ്പാണ്. 22, 3, 4, 5, 6 കാത്തിരിക്കുകയാണ്. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ കിനാവുകളാണ്, ഒരുപാട് സ്വപ്നങ്ങളാണ്. ആ ഒരു മണിയറയിലുള്ള തന്റെ മണവാട്ടിയോടൊന്നിച്ചുള്ള ആ ഒരു ദിവസത്തെ കുറിച്ച്, ഇനിയുള്ള ജീവിതത്തെ കുറിച്ച് അവൻ മധുര കിനാവുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അവന്റെ പിന്നിൽ ഒരു കാര്യം ബാക്കിയുണ്ട്. കുല്ലും ഫൽമൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഫെബ്രുവരി 28 കല്യാണത്തിന് മണിയറയെ കാത്തിരിക്കുന്ന, മനക്കോട്ട കെട്ടി കാത്തിരിക്കുന്നവനെ വൽമൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. മരണം ചെരുപ്പിന്റെ വാറ് കാൽപാദത്തിനോട് ഒട്ടിച്ചേർന്നതുപോലെ മരണം അവന്റെ കൂടെയുണ്ട്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയതാ, എല്ലാ മനുഷ്യന്മാരും കുടുംബത്തിന്റെ കൂടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ്. ഫൽമൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. എന്നാലോ മരണം ഇതാ അവന്റെ ചെരുപ്പിന്റെ വാലുപാറ് പോലെ അവനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നുണ്ട്. പുതിയാപ്പിള ഇറങ്ങാൻ വേണ്ടിയിട്ട് അവനക്ക് വസ്ത്രം എത്ര തന്നെ തെരഞ്ഞിട്ടും ഷർട്ടൊക്കുന്നില്ല. പുതിയാപ്പിള ഇറങ്ങുമ്പോ ധരിക്കാനുള്ള വസ്ത്രം അത് ഏത് മോഡല് വേണം, അത് ഏത് രൂപത്തിൽ വേണം. പിന്നെ ഇപ്പത്തെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ആയുസ്സിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് ഒരു മനുഷ്യന് പുതിയാപ്പിളയായിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത്, അല്ലേ? അന്ന് ആരൊക്കെയോ ധരിച്ച് പഴങ്ങിപ്പോയ വാടക കോട്ടും ധരിച്ചിട്ട് ഇറങ്ങേണ്ട ഗതികേടാണ് ഇപ്പത്തെ ചെറുപ്പക്കാർക്കുള്ളത്. അവിടെ ഉണ്ടോന്നാവട്ടോ, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ വാടകക്ക് വാങ്ങിയിട്ടുണ്ടോ? അവിടെ ഉണ്ടോ? എന്താ അതിനൊക്കെ പറയുന്ന ആലോചിച്ച് നോക്കിയല്ലേ. ആ ഒരു ദിവസമെങ്കിലും എടോ അവനാൻ്റെത് ധരിച്ചിട്ട് ഇറങ്ങണ്ടേ ചെറുപ്പക്കാരാ? ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ധരിക്കണം, ഏത് രൂപത്തിൽ വേണം? ബ്ലാക്ക് വേണോ, അതല്ല കാപ്പി കളർ വേണോ, ബ്ലൂ വേണോ? ആകെ അവന് അങ്കലാപ്പിലാണ്. നാളെ മറ്റന്നാ കല്യാണാണ്, ഇതുവരെ പുതിയാപ്പിള ഇറങ്ങേണ്ട ഡ്രസ്സ് ശരിയായിട്ടില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് ചെറിയ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ആ ടെക്സ്റ്റൈൽസിന്റെ തട്ടിലതാ ഒരു കവറിന്റെ അകത്ത് നിന്റെ അവസാനം ധരിക്കേണ്ട ആ 3 കഷ്ണം വെള്ളത്തുണിയില്ലേ? ആ വെള്ളത്തുണി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. പിളറങ്ങാനുള്ള വസ്ത്രം നിനക്ക് ശരിയായിട്ടില്ല. പക്ഷേ മണ്ണറയിലേക്ക് പോവേണ്ട വസ്ത്രമില്ലേ? അത് നിന്നെ കാത്തിരിക്കുകയാണ്. കല്യാണത്തിനുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്റെ ശരീരത്തിൽ അല്ലാഹു ആത്മാവ് റൂഹ് ഊതിയ സമയത്ത് നിന്റെ മരണത്തിന്റെ ഡേറ്റ് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ മണ്ണറയുടെ ഡേറ്റ് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. 4ാമത്തെ മാസം ഉമ്മാന്റെ ഗർഭാശയത്തില് ഒരു മാംസപിണ്ഡമായി അതിനൊരു തുടിപ്പ് ഇങ്ങനെ വന്നപ്പോ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ അവധി എന്നാണെന്ന്. എവിടെ വെച്ച്, എപ്പോ, ഏത് രൂപത്തിൽ എന്ന് ഖാലിഖായ റബ്ബ് അവിടെ തീരുമാനിച്ചു വെച്ചു. അല്ലേ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ നോക്കൂ നിങ്ങൾ. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട് മണ്ണറയും മണിയറയും തമ്മിൽ. മണ്ണറയും മണിയറയും തമ്മിലുള്ള ചില വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ?
ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? മണിയറയിലേക്കുള്ള യാത്രയില് കൂട്ടുകാരവനെ മനോഹരമായി അണിയിച്ചൊരുക്കുകയാണ്. കളിതമാശകൾ പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കിക്കൊണ്ട് അവനെ ചിരിപ്പിച്ചുകൊണ്ട് അവനോട് എന്തൊക്കെയോ രസം പറഞ്ഞുകൊണ്ട് അവനെ അണിയിച്ചൊരുക്കുകയാണ് അല്ലേ. അന്ന് അവന്റെ കുപ്പായത്തിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കാൻ ആളുണ്ടാവും, അവനക്ക് വാച്ച് കെട്ടി കൊടുക്കാൻ ആളുണ്ടാവും, അവന്റെ മുടി ചീകി കൊടുക്കാൻ ആളുണ്ടാകും. എന്നാൽ മണ്ണറയിലേക്കുള്ള യാത്രക്കുള്ള ഒരുക്കം എങ്ങനെയാണ്? കണ്ണുനീരിന്റെ ഒരുക്കമാ. ഇന്നലെ കൂട്ടുകാരോടൊപ്പം ക്ലബിലിരുന്നിട്ട് തമാശ പറഞ്ഞവനാണ്, ഒരുമിച്ചിരുന്ന് TV കണ്ടവനാണ്, ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ കണ്ട് രസിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് നാളെ കാണാമെന്നും പറഞ്ഞിട്ട് പോയവനാ. പക്ഷേ നേരം വെളുത്തപ്പോ ഉമ്മ ചെന്ന് വിളിച്ചപ്പോ ഉണരുന്നില്ല, മരിച്ചു കിടക്കുകയാണ്. ആ കൂട്ടുകാരതാ ഇന്നലെ നിന്റെ കൂടെ ഇരുന്ന് ക്ലബിലിരുന്ന് കളിതമാശകൾ പറഞ്ഞവർ, ഇന്നലെ നിന്റെ കൂടെ ഇരുന്നിട്ട് സമയം ചിലവഴിച്ചവർ ഇന്ന് നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് മാറി നിന്ന് കണ്ണുനീരൊഴുക്കുകയാണ്. അവരതാ നിന്റെ കഫംപുട ഒരുക്കുകയാ, കാൽഭാഗം കെട്ടുകയാ, അരഭാഗം കെട്ടുകയാണ്. തലഭാഗത്തെ കെട്ടുമ്പോ അവര് നിന്റെ മുഖത്തേക്ക് അവസാനത്തൊരു നോട്ടം നോക്കുകയാ. ഇന്നലെ മണിയറയിലേക്ക് സോട്ടും കൂട്ടുമിട്ട് ഇറങ്ങിയവനെ ഇന്ന് മണ്ണറയിലേക്ക് 150 രൂപ പോലും വില വരാത്ത കോട്ടൻ പരുക്കം തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്, യാത്രയാക്കുകയാണ്. മണ്ണറയും മണിയറയും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം അതാണ്. രണ്ടാമത്തത്, മണിയറയിലേക്ക് നീ ഒരുങ്ങുമ്പോ ആളുകളെ ക്ഷണിക്കാതെ വരില്ല. കല്യാണത്തിന് ആളുകളെ ക്ഷണിച്ചാലേ വരുള്ളൂ. ചിലപ്പോ നേരിട്ട് പോയി ക്ഷണിക്കണം, പുതിയാപ്പിളന്നെ വന്ന് ക്ഷണിച്ചാലേ വരുള്ളൂ എന്നൊക്കെ വാശിയുള്ള ചില കുടുംബത്തിലെ കാരണവന്മാരൊക്കെ ഉണ്ടാവും. നേരിട്ട് വന്ന് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ തലേന്ന് പോയിട്ട് പോരേയുള്ളൂ, ഞാൻ കല്യാണത്തിൻ്റെ അന്നൊന്നും അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നാട്ടുകാരണവന്മാരൊക്കെ ഉണ്ടാകും ചിലപ്പോ. ഇപ്പൊ പിന്നെ ഈ ഫോണും സംവിധാനം വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനൊന്നും ഉണ്ടായിക്കോണമെന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും കല്യാണത്തിന് നമ്മൾ ക്ഷണം അങ്ങ് അവർക്ക് ഷർത്തൊത്താലേ വരുള്ളൂ അല്ലേ. എന്നാലോ മരിച്ച വാർത്ത മണ്ണറയിലേക്കുള്ള യാത്ര നീ തുടക്കം കുറിച്ചു എന്നറിഞ്ഞാൽ പള്ളിയുടെ മിനാരങ്ങൾ ഇവിടെ ഉണ്ടോ? പള്ളിന്ന് വിളിച്ചു പറയോ? മരിച്ചാല് പള്ളിന്ന് വിളിച്ചു പറയോ? ഇല്ലല്ലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മൈക്ക് കെട്ടി വിളിച്ചു പറയും. തൃശ്ശൂർ, എറണാകുളം ഭാഗത്തൊക്കെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയും. ഇപ്പൊ ഇവിടെ നിന്നൊക്കെയാണ് മൈക്കിൽ വിളിച്ചു പറയുന്നത്, സുരബിയിൽ മഹലിൽ താമസിക്കുന്ന ഇന്ന ആളുടെ മകൻ ഇന്ന ആള് മരണപ്പെട്ട വിവരം എല്ലാ നാട്ടുകാരെയും ബന്ധുമിത്രാദികളെയും വളരെ വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. പരേതന്റെ ജനാസ ഖബറടക്കം നാളെ രാവിലെ 8 മണിക്ക് സുരബിയിൽ മഹല് ഖബർസ്ഥാനിയിൽ നടത്തപ്പെടുന്നതാണ്. ഈ ഒരു വിളിച്ചു പറയുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയുന്നത് കേൾക്കുകയോ ചെയ്താൽ മതി, ഒരാളും ക്ഷണിക്കണ്ട. ആളുകൾ നിന്റെ വീട്ടിലേക്ക് നിന്നെ തേടി വരും അല്ലേ. മണിയറയിലേക്ക് ഒരുങ്ങിയവനെ ക്ഷണിച്ചാലേ ആളുകൾ വരൂ. മണ്ണറയിലേക്ക് തുടക്കം കുറിച്ചവനെ ആളുകൾ നിന്നെ തേടി ഇങ്ങോട്ട് വരും അല്ലേ. മാത്രല്ല, നോക്കൂ നിങ്ങൾ, പുതിയാപ്പളം മണിയറയിൽ കിടക്കുന്നത് പെണ്ണിനോട് ഒട്ടിച്ചേർന്നുകൊണ്ടാ. മണ്ണറയിൽ കിടക്കുന്നത് മണ്ണിനോട് ഒട്ടിച്ചേർന്നുകൊണ്ടാണ് അല്ലേ. എന്താ നിങ്ങളും ഉണ്ടാത്ത? ഞാൻ പറയണ മനസ്സിലാവണില്ലേ? നിങ്ങൾ കഥ കേട്ടിരിക്കരുത്. അങ്ങനെ ഞാനിങ്ങനെ പറയാ, നിങ്ങളിങ്ങനെ കേട്ടിരിക്കുക, അങ്ങനെയല്ല. ഒരു ഉണർവില്ല സദസ്സാവണം. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്.
മണിയറയിൽ അവനാ പെണ്ണിനോട് ഒട്ടിച്ചേർന്ന് കിടക്കാനാണ് ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. അതിനു വേണ്ടിയാണ് അവൻ മനക്കോട്ട കെട്ടിയത്. ആ മനോഹരമായ നിമിഷങ്ങളെ കുറിച്ചാണ് അവൻ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയത്. എന്നാൽ മണ്ണറയിലോ അല്ലാഹുവേ, അവൻ മണ്ണിനോടൊട്ടിച്ചേർന്ന് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് ഞാൻ ആ ഭാഗം പറയാം. മറ്റൊന്ന് നോക്കൂ നിങ്ങള്, മണിയറയിലേക്കുള്ള യാത്രയില് അവൻ ആളുകളെ വിളിച്ച് സുഖസുന്ദരമായ സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയാ. പക്ഷേ മണ്ണറയിലോ അവന് പുഴുക്കള് ഭക്ഷണമാക്കുകയാ. മണിയറയിലേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ അവനെല്ലാരെയും വിളിച്ച് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങള്, കരിച്ചതും പൊരിച്ചതും വറുത്തതും, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ മലയാളത്തിലും കന്നഡയിലൊന്നും പേരില്ലാഞ്ഞിട്ട് ഇപ്പൊ ചൈനീന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ പേരിട്ടിട്ടൊക്കെയാണ് ഭക്ഷണങ്ങൾക്ക് പേരിടുന്നത്, അല്ലേ? നിങ്ങളെ ഭാഗത്ത് ചട്ടിച്ചോറുണ്ടോ? ഇല്ല, ഉണ്ടോ? ഹോട്ടലുകളിലൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ ഇപ്പൊ ചട്ടിച്ചോറ് അറിഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ചട്ടിച്ചോറ് അറിഞ്ഞ സംഗതി ഇങ്ങനെ തിരിഞ്ഞു. മണ്ണിന്റെ ഒരു പാത്രമാണ്. ആ പാത്രത്തേക്ക് ചാറും ചോറും പപ്പടവും മീനും ഉപ്പേരിയും പയറും പിന്നെ അച്ചാറും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു കുഴക്കല്. പക്ഷെ ഈ സാധനം പെരീന്ന് കൊടുത്താൽ പറയും എനിക്ക് വേണ്ട ഈ കയ്യിട്ട സാധനം. ഇതേ സാധനം കടയിൽ നിന്ന് കിട്ടിയാലോ 150 ഉറുപ്യ വിലയും കൊടുത്തിട്ടോ തിന്നും ചെയ്യും. ചട്ടിച്ചോറ് എന്തെല്ലാം പേരിലുള്ള സുബ്ഹാന ജല്ല ജലാലുഹു. നൂൽ പൊറാട്ട, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്. ഏതൊക്കെ ഭക്ഷണം എന്നറിയോ? അല്ലേ? പണ്ട് കണ്ണൂര് ഒരു ഭക്ഷണത്തിന് മണ്ടാന്ന് പേരിട്ടത് നിങ്ങൾക്ക് അറിയില്ലേ? മണ്ടാന്ന് പറഞ്ഞ ഭക്ഷണങ്ങൾ കണ്ടുകണോ? ഒരു സാധനം പലഹാരം ഉണ്ട്, അല്ലേ? ഇവിടെ അല്ലേ? കണ്ണൂരൊക്കെ നിങ്ങൾ കടയിൽ ചെന്നിട്ട് മണ്ടുണ്ടോ ചോദിച്ചു നോക്കുന്നുണ്ടോ? ഒരു പലഹാരത്തിന്റെ പേരാണ്. ഒരു പേരും കിട്ടാല്ല. അപ്പൊ പിന്നെ മണ്ടാന്ന് കിട്ടും, അല്ലാണ്ട് എന്താ ചെയ്യാ? ഒന്നും കിട്ടാനില്ല. എന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന് ഏതൊക്കെ ഐറ്റംസ് ഭക്ഷണമാണ്, അല്ലേ? ബാർബർ ഷോപ്പിലെ കസേര പോലെ നമ്മൾ അതെടുക്കണോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷേ എന്നാൽ നിങ്ങൾ കേട്ടോ, പാമ്പും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കിനി ചെല്ലുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂഷിഷ്ടമില്ല തള്ളലാണത് കൊണ്ട്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അല്ലാഹു തആല ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എത്ര മനോഹരമായിട്ടാ പറഞ്ഞു വെച്ചത്. പാമ്പും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കിനി ചെല്ലുന്നതിൽ. നമ്മളെ കല്യാണത്തിനൊരുക്കിയ സദ്യ ഭക്ഷിക്കാൻ, സദ്യ കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ ആളുകൾ സന്തോഷത്തോടെ ആവേശത്തോടെ കല്യാണ പന്തലിലേക്ക് വരുമ്പോൾ മണ്ണറയിൽ കൊണ്ടുപോയി നമ്മുടെ ശരീരം പച്ച മണ്ണിലേക്ക് അങ്ങ് ചേർത്തി വെച്ചപ്പോ ഖബറിന്റെ ആ ചുമരുകളിൽ നിന്ന്, ഖബറിന്റെ ഭിത്തികളിൽ നിന്ന് പാമ്പുകളും പുഴുക്കളും തേളുകളുമെല്ലാം എന്റെ ഖബറിലേക്ക് അരിച്ചിറങ്ങുകയാണ്. എന്തിനാണെന്നറിയോ? കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂഷിഷ്ടമില്ല തള്ളലാണത് കൊണ്ട്. അവിടെ വരിയായി നിൽക്കണ്ട, അവിടെ ടോക്കൺ ഒന്നും എടുക്കണ്ട, അവിടെ ക്യൂഷിഷ്ടം പാലിക്കണ്ട. നിന്റെ ശരീരം തിന്ന് തീർക്കാൻ പുഴുക്കൾ തർക്കിക്കുകയാണ്, സമരത്തിലാണ്. മാത്രമല്ല
മുഅ്മിനീങ്ങളെ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ചെറുപ്പക്കാരെ, ജിമ്മിന് പോയിട്ട്, കരാട്ടെ ക്ലാസ്സിന് പോയിട്ട്, അതുപോലെ ജിമ്മിനൊക്കെ പോയിട്ട് നല്ല നല്ല സിക്സ് പാക്ക് ശരീരമാക്കി മാറ്റിയില്ലേ? നല്ല നെഞ്ചി വിരിപ്പ്, നല്ല മസിൽ പവർ, എല്ലാം നല്ലതാണ്. അങ്ങനെല്ലാം തയ്യാറാക്കിയ ശരീരമല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? ഒരു കല്യാണത്തിന് പോവാൻ എത്ര മണിക്കൂറുകളാ കണ്ണാടിക്ക് മുമ്പിൽ ചെലവഴിക്കുന്നത്? ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആകെ 10 മിനിറ്റേ വേണ്ടു. വുളു എടുക്കാൻ നിസ്കരിക്കാനും കൂടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒട്ടുമിക്ക പെണ്ണുങ്ങളെയും സ്വഭാവം എങ്ങനെയെന്നറിയാം. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ലൈവ് ഉണ്ടല്ലേ, നാട്ടിൽ ചെല്ലും വടി കിട്ടും ചിലപ്പോ. ഒട്ടുമിക്ക പെണ്ണുങ്ങളെ അവസ്ഥ എന്താണെന്നറിയോ? ളുഹർ നിസ്കരിക്കപ്പോഴാ, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങളെ ഭാഗത്ത് 4 മണിക്കാണ് അസ്ർ ബാങ്ക്. അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ അലക്കലും അരക്കലും തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് ഒരു 3:30 ആകുമ്പോ കുളിപ്പുരയിൽ കയറും, ബാത്റൂമിൽ കയറും. എന്നിട്ട് വിശാലമായ ഒരു കുളിയൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങ് കുളിച്ചിട്ട് ഒരു 3:50 ആകുമ്പോ നിസ്കാരപ്പായിലേക്ക് നിൽക്കും. എന്നിട്ട് ആ നിസ്കാരക്കുപ്പായൊക്കെ എന്നിട്ടൊന്ന് ശരിയാക്കി അതിലൊരു മേക്കപ്പൊക്കെ കാട്ടിക്കൂട്ടാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3:55 ആകുമ്പോ തക്ബീർ അങ്ങ് കെട്ടും. എന്നിട്ട് ഹൈ സ്പീഡ് നിസ്കാരാണ്. ടൗൺ ടു ടൗൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് വിട്ട പോലെയാ. ഒരൊറ്റ പോക്കങ്ങ് പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ മുക്രിക്ക അടുത്ത ബാങ്ക്, അസറിന്റെ ബാങ്ക്. ആ ഒരു വടിക്ക് 2 പക്ഷി. ആ വുളൂമ തന്നെ അസറും കൂടെ നിസ്കരിച്ചിട്ട് ഒരു മുത്തം കൊടുത്തിട്ട് ഒരൊറ്റ പോരല്ല. പണ്ടൊക്കെ മുത്തലായിരുന്നു, ഇപ്പൊ പിന്നെ തോണ്ടല. കാരണം എന്ത്? നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഈ സാധനം മുന്നിൽ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇത് പെണ്ണുങ്ങളായതുകൊണ്ട് പിന്നെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കും. ആണുങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് റുക്കൂലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നോക്കും, വല്ല മിസ്കോള മെസ്സേജ് വന്നിട്ടുണ്ടോ, സമിഅല്ലാഹു ലിമൻ ഹമിദ, അല്ല വന്നിട്ടില്ല, സുജൂദിൽ നോക്കാം ഒന്നും കൂടെ. അല്ലേ? നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടുന്നതോടുകൂടെ ഒരൊറ്റ തോണ്ടല്. ആവശ്യമില്ലാണ്ട് തുറക്കുന്ന 2 സാധനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്താ നിങ്ങൾക്കറിയോ? ഒന്ന് വീട്ടിലെ ഫ്രിഡ്ജ്. ഒരാവശ്യമില്ലെങ്കിലും പെണ്ണുങ്ങളെ തുറന്നു നോക്കും. വീട്ടിലെ ഫ്രിഡ്ജ്, അതിലൊരു സാധനമല്ല എന്നറിയാം, എന്നാലും അതൊന്ന് തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. രണ്ടാമത് വാട്സപ്പ്, ഒരു മെസ്സേജ് വന്നിട്ടില്ലെങ്കിലും അതൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, ഒരു സുഖം. അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഈ ഹൈ സ്പീഡ് നിസ്കാരക്കാരൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ എന്തേ പെണ്ണുങ്ങളെ നിസ്കാരത്തെ കുറിച്ച് പറയാൻ കാരണം എന്ത്? ഞാൻ അവിടേക്ക് എത്തിയത് എങ്ങനെയാ? കഥ കേട്ടിരിക്കണില്ലേ? നിങ്ങൾ ഇവിടെ ഇല്ല. ഞാനിപ്പോ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഉത്തരം മുട്ടിപ്പോകും. ഞാനിപ്പോ പെണ്ണുങ്ങളെ നിസ്കാരത്തെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്? മുഅ്മിനീങ്ങളെ, പെണ്ണുങ്ങളെ ശരീരത്തെ കുറിച്ചല്ലേ നമ്മൾ പറയണത്. നിസ്കരിക്കാൻ നിന്നാൽ അവരൊരു മേക്കപ്പ് ഒരുക്കും. അല്ലേ? നിസ്കാരക്കുപ്പായത്തിലൊക്കെ സുബ്ഹാനല്ലാഹ് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടേ പെണ്ണുങ്ങൾ ഒരുങ്ങണുണ്ട്. പെണ്ണുങ്ങൾ 5-10 മിനിറ്റ് കൊണ്ട് 2 വക്ത് നിസ്കരിക്കും. ആ പെണ്ണുങ്ങൾ എന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മാറ്റാൻ പറഞ്ഞു നോക്കിയേ, ഒന്ന് ഒരുങ്ങാൻ പറഞ്ഞു നോക്കിയേ. സുബ്ഹാനല്ലാഹ്. 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 7:30 മണിക്ക് അവർ കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ആദ്യം ഒരു മഞ്ഞ ചുരിദാർ ഇട്ടിട്ട് ഇക്കാന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഇക്ക എങ്ങനെയുണ്ട് നോക്കും. അപ്പൊ മൂപ്പരങ്ങാന് കഷ്ടക്കാലം, ഓ ഇതിനൊക്കെ കൊള്ളത്തില്ലടി, വേറെ ഇടുന്ന് പറഞ്ഞാൽ പിന്നെ പോയി കാര്യം. പറഞ്ഞേക്കരുത് മുത്ത് മുഅ്മിനീങ്ങളെ. ഏതിട്ട് വന്നാലും ഒറ്റ ലൈക്ക് അടിച്ചാൽ മതി, അതിലുണ്ട് എല്ലാ അർത്ഥവും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു മാറ്റലും മേക്കപ്പും സുബ്ഹാനല്ലാഹ് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ മുഖത്ത് വാരി തേച്ചത് ഒരു ഐറ്റംസ്, പിന്നെ ഈ ചുണ്ടുമ തേക്കുന്നത് വേറൊന്ന്, പിന്നെ ഈ കണ്ണുമ്മ കൂടെ വേറൊരു ബൈപ്പാസ് ഇങ്ങനെ വരച്ചു കൊടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പുരികത്തുമ്മ കൂടെ ഒരു കാട്ടിക്കൂട്ടാന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പെണ്ണുങ്ങളാകെ കുടുങ്ങിക്കാൻ കയ്യുമ്മത്തെ നിറം കാണും. മുഖത്ത് പെയിന്റ് അടിക്കാൻ കയ്യും എന്താ കാട്ടുക? പെണ്ണുങ്ങളല്ലേ സാധനം മൊത്തം മൈലാഞ്ചിട്ട് കയ്യുമ്മേ, കയ്യിന്റെ നിറം കാണൂല. കയ്യിന്റെ നിറം കാണൂല. എന്ത് മെരുക്കിയിട്ട് എന്ത് മൊഞ്ചാക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? എവിടെയാ കൊണ്ടുപോയി വെക്കേണ്ടത്? പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അല്ലാഹുവേ,
നമ്മുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി കിടക്കുമല്ലോ. മണിയറക്കകത്ത് 15,000 രൂപയുടെ കിടക്ക ഒരുക്കിയിട്ട് തൃപ്തി പോരാത്തവനെ, മണിയറക്കകത്ത് മനോഹരമായ മിന്നി മിന്നി മറയുന്ന പലതരത്തിലുള്ള ബൾബുകളെ കൊണ്ട് ലൈറ്റ് അലങ്കരിച്ചിട്ടും ഭംഗി പോരെന്ന് ചിന്തിക്കുന്നവരെ, എത്ര നല്ല കമ്പിളി പുതപ്പ് എത്ര മനോഹരമായത് വാങ്ങിയാലും AC എത്ര തന്നെ തണുപ്പിലങ്ങ് ഇട്ട് വെച്ചാലും AC കൂള് പോരാ, തണുപ്പ് പോരാ, ബെഡ്ഷീറ്റിന്റെ മനോഹാരിത പോരാ, ഭംഗി പോരാ എന്ന് ചിന്തിച്ചിട്ട് മാറ്റി മാറ്റി ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് മണിയറ ഇങ്ങനെ മൊഞ്ചാക്കുന്നവനെ, ഖബറിൽ പോയി കൊണ്ടുപോയി കിടത്തുന്ന രംഗമറിയുമോ? നമ്മുടെ മുഖത്തിൽ നിന്ന് കഫം തുണി മാറ്റുകയാണ്. 3 കഷ്ണം പരുക്കം തുണിയിലല്ലേ പൊതിഞ്ഞത്, എന്നിട്ടോ ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ തലഭാഗത്തെ കെട്ടഴിച്ചു, ആ വലത് കവിൾത്തടം പച്ച മണ്ണിലേക്ക് ചേർത്ത് വെക്കുകയാണ്. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പൈന്റിട്ടതാ. നമ്മുടെ കവിൾത്തടമില്ലേ, അതിങ്ങനെ പച്ച മണ്ണിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അല്ലേ, പച്ച മണ്ണിക്ക് നമ്മളെ കവിൾത്തടം ഇങ്ങനെ ചേർത്ത് വെക്കും. എന്തിനാന്നറിയോ? പുഴു ആദ്യം തിന്നൽ എവിടുന്ന് തുടങ്ങണം? പുഴു തിന്ന് തുടങ്ങേണ്ടത് ഈ കവിൾത്തടത്തിൽ നിന്നാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമെല്ലാം നമ്മുടെ ശരീരത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മളെപ്പോഴും അതിൻ്റെ ഭംഗി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് നമ്മുടെ മുഖമാണല്ലോ, നമ്മുടെ കവിളാണല്ലോ. ആ കവിൾത്തടത്തിലാണ് പുഴു ആദ്യമായി തിന്നുന്നത്. പോരാ, അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. കണ്ണൂക്ക് അറിഞ്ഞ സംഗതി ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇവിടെ കണ്ണൂക്ക് എന്ന് പറയാ, മരിച്ച 3-ന്റെ കണ്ണൂക്ക് അല്ലേ? കണ്ണൂക്കല്ലോ, കണ്ണ് പോക്കാണ്. എന്താണ്? കണ്ണ് പോക്കാണ്. പറഞ്ഞ് കണ്ണൂക്കായതാണ്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസമുണ്ടല്ലോ, നമ്മുടെ കണ്ണ് അഴുകിയിട്ട് താഴോട്ട് വീഴുന്നതാണ്. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ബന്ധപ്പെട്ട ആളുകളൊക്കെ വീട്ടിൽ വന്നിട്ട് അലുവയും പലഹാരവും മധുരപ്പായസവും ഒക്കെ വയറ് നിറയെ കഴിച്ചിട്ട് ഹൈസ്പീഡിൽ ഒരു യാസീന് ഓതിയിട്ട് ഒരു റബ്ബനാത്തിനാ ഫിദ്ദുന്യയും പറഞ്ഞിട്ട് അവര് പോവും അല്ലേ? അല്ലാഹ് മരിച്ചെടുത്ത് ഓതുന്ന യാസീനിന്റെ ഒക്കെ സ്പീഡ് കണ്ടാലല്ലോ മയ്യത്ത് നീച്ചിട്ട് പെരടിക്ക് തല്ലും. അക്കോലത്തിൽ യാസീൻ ഇടക്കിടക്ക് മുബീൻ വൈലൈഹി തുർജഊൻ കഴിഞ്ഞു. അങ്ങനത്തെ യാസീന നമ്മളൊക്കെ മരിച്ചെടുത്ത് ഓതുന്നത്. എവിടേക്കായി പോണത്? അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഏതായാലും അങ്ങനത്തെ ഒരു യാസീനെ കോതിയിട്ട് നല്ല അലുവയും ഈത്തപ്പഴൊക്കെ അടിച്ചു മാറിയിട്ട് ഇവന് വീട്ടിൽ നിന്ന് സലാം പറഞ്ഞു പോകുമ്പോ ഖബറിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഖബറിൽ കിടക്കണവന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഖബറിൽ കിടക്കണവന്റെ അവസ്ഥ ഇതാണ് സുഹൃത്തുക്കളെ. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. അല്ലാഹു നമുക്കൊക്കെ ബോധം തരട്ടെ. പടച്ചവനെ, മുഅ്മിനീങ്ങളെ ചിന്തിക്കണേ, സഹോദരാ ചിന്തിക്കണേ. ഖബറിൽ വെക്കുമ്പോ, മണ്ണറയിൽ പോയി കിടക്കുമ്പോ ആദ്യമായിട്ട് പൊട്ടി വീർക്കുന്ന അവയവേതാന്നറിയോ? നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഏറ്റവും കൂടുതൽ നിറച്ച പാത്രമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നിറച്ച പാത്രം. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതൊന്നും പറയാനുള്ള സമയമല്ല. പറയാതെ പോയാൽ ഈ സംഘാടകർ ഇത്രയും കഷ്ടപ്പെട്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇന്ന് നാളെ രാവിലെ ഇവിടുന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ നാളെ ജുമുഅക്ക് ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലേണ്ടിയില്ല. ഏതായാലും അള്ളാഹു ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ നമ്മളാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വയറാകുന്ന പാത്രത്തെ മണ്ണ് കൊണ്ടല്ലാതെ നിറക്കാൻ പറ്റൂല എന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? സത്യത്തിൽ നമ്മളെ വയറിനൊക്കെ നമ്മൾ നിറക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലണേ. ഞാൻ പറയുന്നതോടൊപ്പം നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാതെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേര് പറയരുത്. അല്ലാഹു നമുക്കൊക്കെ സ്വലാത്തിനോട് വല്ലാത്തൊരു ഇഷ്ക് അല്ലാഹു നിറച്ചു തരട്ടെ. അല്ലാഹു നിറച്ചു തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യ, നിന്റെ വയറ് 3 നിലയ്ക്ക് നീ നിറക്കാൻ പറ്റുള്ളൂ. ഒരു ഭാഗം ഭക്ഷണത്തിന്, രണ്ടാമത്തെ ഭാഗം വെള്ളത്തിന്, മൂന്നാമത്തെ ഭാഗം വായുവിന്. 99% ആളുകൾക്കും ഇന്ന് ഗ്യാസ് ട്രബിളിന്റെ അസുഖമാണ്. അല്ലേ? ഗ്യാസ് ട്രബിളിന്റെ അസുഖമാണ്. എന്താ കാരണം നിങ്ങൾക്കറിയോ? ഭക്ഷണം നിറക്കേണ്ടിടത്ത് ഭക്ഷണം നിറക്കും, വെള്ളം നിറക്കേണ്ടിടത്തും ഭക്ഷണം നിറക്കും. പിന്നെ കാലിയായി കിടക്കേണ്ടിടത്തും ഭക്ഷണം നിറക്കും. എന്നിട്ട് പണ്ട് ഉമ്മമാര് പഞ്ചസാര പാത്രം നിറച്ചിട്ട് കുത്തി കുലുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. നിങ്ങൾ കണ്ടുകണോ? പഞ്ചസാര പാത്രത്തിൽ നിറച്ചാൽ ഉമ്മമാരെ ഒന്ന് പിടിച്ചു കുലുക്കും. അപ്പൊ ആ പഞ്ചസാരൊക്കെ ഒന്ന് സെറ്റാവും. അപ്പൊ കുറച്ചും കൂടെ അതിലേക്ക് കൊള്ളും. അല്ലേ? അതുപോലെ ഒന്ന് ഇരിക്കുന്നിടത്തൊന്ന് ഇങ്ങനെ എണീറ്റിരുന്നിട്ട് ഒന്ന് തുണിന്റെ ആ അരക്കുത്തും ബെൽറ്റൊക്കെ ഒന്ന് ലൂസാക്കുമ്പോ കുറച്ചും കൂടെ ഇതാവും. അവിടേക്ക് പായസം നിറക്കും, അല്ലെങ്കിൽ വെള്ളം നിറക്കും. ഇതൊക്കെ ഫിറ്റായിട്ട് ഇവന്റെ വയറിങ്ങനെ ഫുള്ളായിരിക്ക. പക്ഷെ വായു മനുഷ്യനെ കൂടാതെ കഴിയോ? ഇല്ലല്ലോ. ആ വായു ഉള്ളിലേക്ക് പോവും. ഉള്ളിലേക്ക് വായു ചെല്ലും. മൂപ്പരിങ്ങനെ തെരഞ്ഞു നോക്കുക, എവിടെയെങ്കിലും നിൽക്കാൻ സ്ഥലമുണ്ടോ? എവിടെ ഇല്ല. കാരണം ഗ്യാസും കുറ്റി ഫുള്ളായി കിടക്കുക. അപ്പോഴാണ് ഈ വലത് സൈഡിൽ ചെറിയൊരു ക്യാപ്പ് കണ്ടത്. മൂപ്പര് അവിടെ കുത്തി കയറി അങ്ങോട്ട് നിൽക്കുമ്പോ ഇവിടെ ഒരു വേദന 2 ദിവസമായിട്ട് എന്താന്നാവോ, ഭക്ഷണം കഴിച്ചു ഈ സൈഡിലൊരു വേദന. അതല്ലെങ്കിലോ മൂപ്പര് പലയിടത്തും ഇങ്ങനെ തെരഞ്ഞു നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല, ക്യാപ്പ് കാണുന്നില്ല. എങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പോകുന്ന പോലെ എന്നും പറഞ്ഞിട്ട് മൂപ്പര് പോയില്ല, ഊക്കില് പുറത്തു കൊണ്ട് പോരും. അത് വന്ന ഒരു സമാധാനം. അല്ലേ? ഭക്ഷണത്തിനോട് മനുഷ്യന്മാർക്ക് ഇത്രക്കൊരാർത്തി. സുബ്ഹാനല്ലാഹ്. എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്നല്ല, ഇവിടെ എല്ലാം നല്ല ഉണ്ട് എന്നല്ല. കാരണം എനിക്ക് ഇവിടുന്ന് പോകേണ്ടതാണല്ലോ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വയറാകുന്ന ഈ പാത്രം നിറയണമെങ്കിൽ ഖബറിക്കണ്ട് കൊണ്ടുപോയി കിടക്കണം, കൊണ്ടുപോയി മണ്ണിട്ടാണ് നിറക്കണം. അപ്പോഴല്ലാണ്ട് മനുഷ്യന്റെ വയറ് നിറയില്ലെന്ന് ഞാൻ പറയുന്നതല്ല, ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമ്മളിവിടെ നിറച്ച വയറുണ്ടല്ലോ, ഏതൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും രുചി പോരാ എന്ന് പറഞ്ഞ് നമ്മള് ഭക്ഷണത്തിൽ രുചികരമായത് തേടി പോയിട്ട് എത്രയൊക്കെയോ ഐറ്റംസ് ഭക്ഷണം വാങ്ങി കഴിച്ച് നിറച്ച നമ്മളെ വയറുണ്ടല്ലോ, ആ വയറാണ് സഹോദരാ ആദ്യമായിട്ട് ചീർത്ത് വീർത്ത് പൊട്ടുന്നത്. നേരത്തെ കാലത്ത് വീർക്കാതിരിക്കാനാണ് മയ്യത്തിന്റെ വള്ളമ്മ ഒരു കനം കയറ്റി വെക്കുന്നത്. അല്ലേ? മനസ്സിലായോ? എന്തിനാ അത് കയറ്റി വെച്ചെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നേരത്തെ കാലത്തെ ഇത് വീർക്കാൻ തുടങ്ങും. അല്ലേ? അത് വീർത്ത് വരാതിരിക്കാൻ വേണ്ടി. വീർക്കറിഞ്ഞ് മനസ്സിലായില്ലേ? എനിക്ക് ഈ ഞങ്ങൾ മലപ്പുറത്തിൽ ഇജാത്തുവിന്റെ ബജ്ജിനെ നെജുണ്ട് ഗജ്ജമ ഉജ്ജുന്ന ആൾക്കാരാണ്. ഞങ്ങളെ ഭാഷ അങ്ങനെയാണ്. അത് അറിയാതെ വന്നു പോകും. എത്ര ശ്രമിച്ചാലും വന്നു പോകും. ഈ വയറിങ്ങനെ വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഈ കനം കയറ്റി വെക്കുന്നത്. ഖബർ കൊണ്ടുപോയി വെച്ചാൽ മുഅ്മിനെ ആദ്യമായി ചീർത്ത് വീർത്ത് പൊട്ടുന്നത് നമ്മുടെ വയറാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വയറിൽ നിന്നുള്ള ചീഞ്ചലമാണ് സഹോദരാ ഖബറിന്റെ അകത്ത് ആദ്യമായിട്ട് നിറയുന്നത്. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. എന്റെ പ്രിയ
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണേ, ആ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് നമുക്ക് പോവണ്ടേ? എങ്ങനെയാ പോവേണ്ടതെന്നറിയോ? പുഞ്ചിരിച്ചുകൊണ്ട് മനോഹരമായി സുന്ദരമായ യാത്ര പോവണ്ടേ? അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പറയുന്നൊരു യാത്രയുണ്ട്. അല്ലാഹുവേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ദുനിയാവ് നിങ്ങളെ എത്ര മോഹിപ്പിച്ചാലും, ഈ ദുനിയാവിലെ ഹറാമിന്റെ രസങ്ങൾ നിങ്ങളെ എത്രയെത്ര മാടി വിളിച്ചാലും, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ, ഹറാം ചെയ്യാനുള്ള അവസരം ഉണ്ടായി, ഞാൻ ആ ഹറാമിലേക്കില്ല, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമിൽ നിന്ന് പടച്ച റബ്ബിനെ പേടിച്ചിട്ട് മാറി നിൽക്കുന്നവർ, ഈ ദുനിയാവിന്റെ സകല മേഖലകളിലും അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പുറത്തു പോവാതെ അല്ലാഹുവിന്റെ നിയമങ്ങളെ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് ജീവിക്കുന്നവർ, ചുരുക്കി പറഞ്ഞ ഖുർആനും ഹദീസും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാനും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഇസ്ലാമും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ. ഹറാമിന് അവസരം കിട്ടി, പടച്ചോനെ കെട്ടിയോൾ അറിഞ്ഞ തെറ്റിപ്പോവോലോ ഒന്ന് പേടിച്ചിട്ട് ഹറാമൊന്ന് മാറിക്കുന്നവനല്ല, അല്ലാഹുവിനെ പേടിച്ചിട്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പടച്ച റബ്ബിന്റെ CCTV വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു ബോധത്തോടെ ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എങ്ങനെ ജീവിക്കാൻ നമ്മളോട് കൽപ്പിച്ചുവോ അതുപോലെ ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കതാ മരണമാസന്നമാകുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മണ്ണറയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തില് അഥവാ ഖാബിദുൽ അർവാഹ് അസ്രായീൽ അലൈഹിസ്സലാം അവരുടെ റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവിടെ മലായികത്ത് ഇറങ്ങി വരികയാണ്, റഹ്മത്തിന്റെ മലായികത്ത് ഇറങ്ങി വരികയാണ്. അല്ലാ തഖാഫൂ, മരണവേദനയെ കുറിച്ചൊരു പേടി വേണ്ട, അല്ലാ തഖാഫൂ, മരണവേദനയെ കുറിച്ചൊരു പേടി വേണ്ട. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് അസ്രായീൽ അലൈഹിസ്സലാം ചോദിച്ചില്ല, ഇദ്രീസ് നബിയെ മരണത്തിന്റെ വേദന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. വലിയ ചരിത്രമാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്രായീൽ അലൈഹിസ്സലാമിനെ അവിചാരിതമായിട്ടൊന്ന് കണ്ടുമുട്ടിയപ്പോ മൂപ്പര് ചോദിച്ചതാണ്, അസ്രായീലെ ഇന്നൊന്ന് മരിപ്പിച്ചിട്ട് ജീവിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചു. ഒന്ന് മരിപ്പിച്ചിട്ട് പിന്നെ എനിക്ക് ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം പിന്നെ അസ്രായീൽ അലൈഹിസ്സലാം സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ മരിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടപ്പോ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം റൂഹ് തിരിച്ചു കൊടുത്തു. റൂഹിനെ തിരിച്ചു കിട്ടിയപ്പോ അസ്രായീൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നബിയെ മരണത്തിന്റെ വേദന എങ്ങനെയുണ്ട്? എങ്ങനെയാ മരണത്തിന്റെ വേദന? ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം ചോദിച്ചുവത്രേ, അസ്രായീലേ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇതുവരേക്കുള്ള ലക്ഷോപലക്ഷം ആളുകൾ റൂഹ് പിടിച്ചത് നിങ്ങളല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് മരണത്തിന്റെ വേദന എത്രയുണ്ടെന്ന് അറിയില്ലയോ? നിങ്ങളല്ലേ എത്രയോ
മനുഷ്യന്മാരെ റൂഹ് പിടിച്ചത്? നിങ്ങൾക്ക് മരണത്തിന്റെ വേദന അറിയില്ല? അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഞാൻ അവരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ആരും എന്റെ റൂഹ് പിടിച്ചിട്ടില്ല. എന്റെ റൂഹ് പിടിക്കുമ്പോഴല്ലേ എനിക്ക് മരണത്തിന്റെ വേദന അറിയുകയുള്ളൂ. അപ്പൊ അസ്റായീൽ അലൈഹിസ്സലാമിനോട് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എത്ര അസ്റായീലേ, മരണത്തിന്റെ വേദന എത്രയുണ്ടെന്ന് പറഞ്ഞു തരാൻ കഴിയില്ല. അതെങ്ങനെയാന്ന് പറഞ്ഞു തരാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്റായീലിനോട് പറയുകയാണ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരാട്ടിൻകുട്ടിയെ ജീവനോടെ പിടിക്കുക. ഒരാട്ടിൻകുട്ടിയെ ജീവനോടെ പിടിച്ചിട്ട് അതിന്റെ ശരീരത്തിലെ രോമങ്ങൾ ഇങ്ങനെ പറിച്ചെടുക്കുക. എന്നിട്ട് ആ ആട്ടിൻകുട്ടിയുടെ തൊലി ഇങ്ങനെ ജീവനോടെ ഉരിഞ്ഞെടുക്കുക. ആ ആട്ടിൻകുട്ടിയുടെ തൊലി മുഴുവനും ഉരിയെടുത്തു. അതിന്റെ ജീവൻ പോയിട്ടില്ല. അതിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങനെ കഷ്ണമായി മുറിച്ചെടുത്തു. അപ്പോഴും അതിന്റെ ജീവൻ പോയിട്ടില്ല. പിന്നെ അതിന്റെ കൈകാലുകൾ ഇങ്ങനെ വെട്ടി കഷ്ണമാക്കി. അപ്പോഴും അതിന്റെ ജീവൻ പോയിട്ടില്ല. ഈ ആട്ടിൻകുട്ടി എത്രത്തോളം വേദന അനുഭവിക്കുമോ അതിന്റെ 100 ഇരട്ടിയാണ് മരണത്തിന്റെ വേദന. അസ്റായീലേ, സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോ അസ്റായീൽ അങ്ങ് പൊട്ടി കരഞ്ഞു പോയത്രേ. പിന്നെ അസ്റായീൽ ചിരിച്ചിട്ടില്ല. പിന്നെ അസ്റായീൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ മലായികത്ത് മുഴുവനും ആകാശ ലോകത്ത് നറുപുഞ്ചിരിയോടെ കാത്തു നിൽക്കുമ്പോ മുത്തുനബിയെ കണ്ടപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നേടത്ത് അസ്റായീൽ ഒന്ന് എണീറ്റു നിന്നു. മുഖത്തൊരു പുഞ്ചിരിയുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, എത്ര ജിബ്രീലേ, ഇതാരാണ് ഈ ചിരിക്കാത്ത ആൾ? ആരാണ്? ഇപ്പൊ പറഞ്ഞു, നബിയേ, അത് ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാമാണ്. ഇദ്രീസ് നബിയിൽ നിന്ന് മരണത്തിന്റെ വേദനയുടെ ഉദാഹരണം കേട്ടതിന് ശേഷം അവർ ചിരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇദ്രീസ് നബി എന്നൊരു പ്രവാചകൻ അനുഭവിച്ച മരണവേദന അത്രത്തോളം ഉണ്ടെങ്കിൽ സഹോദര, സാധുക്കളായ നമ്മളൊക്കെ അനുഭവിക്കുന്ന മരണവേദന എന്തായിരിക്കും? അല്ലാഹു സാധുക്കളായ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഹബീബായ നമ്മുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്തും പറഞ്ഞത്, അല്ലാഹ്, ഈ ഉമ്മത്തിനെ നീ വേദനിപ്പിക്കല്ലേ റബ്ബേ എന്ന. പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം. റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വന്നിട്ട് ഈ സ്വാലിഹായ മനുഷ്യനോട് പറയുമത്രേ, നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലാഹു തന്നതിൽ നിന്ന് ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന, ഒരാളെ കുറിച്ചും ഗീബത്ത് പറയാത്ത, ഒരാളെ കുറിച്ചും നമീമത്ത് പറയാത്ത, ഒരാളെയും വേദനിപ്പിക്കാത്ത, ഒരാളെയും വെറുപ്പിക്കാത്ത, ഈ ദുനിയാവിലെ എല്ലാവർക്കും ഉപകാരം ചെയ്ത് നല്ലൊരു മനുഷ്യനായി ജീവിച്ചാൽ ആ മനുഷ്യന്റെ അടുക്കലേക്ക് മരണസമയത്ത് റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരികയാണ്. ലാ തഖാഫൂ, മരണവേദനയെ കുറിച്ച് പേടി വേണ്ട. വലാ തഹ്സനൂ, ഖബറിനെ കുറിച്ചൊരു ദുഃഖവും നിങ്ങൾക്ക് വേണ്ട. ഖബറിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 2 കൈവിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുകയാണ്. സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബ, ഒരു മനുഷ്യന് മരിച്ചിട്ട് ആ മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാൽ, ആ മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാൽ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാപ്പ് പള്ളിയുടെ ഖബർസ്ഥാനിൽ
മൈതാനിൽ ഖബറടക്കം ചെയ്തിട്ട് എന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ 3 പിടി മണ്ണും വാരിയിട്ടിട്ട് മീസാൻ കല്ലും വെച്ചിട്ട് മൈലാഞ്ചി ചെടിയും കുത്തിയിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞാൽ മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന്റെ ഭിത്തികൾ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങുമത്രേ. ഖബറിന്റെ ഭിത്തികൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമത്രേ. ആ ഖബറിന്റെ ഭിത്തികൾ ഇങ്ങനെ കൂടി വന്നിട്ട് ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ആ ഭിത്തികൾ അങ്ങ് പിടിച്ച് കൂട്ടുകയാണ്. അവന്റെ വാരിയെല്ലുകൾ, അവന്റെ 2 സൈഡിലുള്ള വാരിയെല്ലുകൾ ഇങ്ങനെ കോർക്കുന്ന വിധം ആ മയ്യത്തിനെ ആ ഖബർ പിടിച്ചു കൂട്ടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സാധുക്കളായ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മുഅ്മിനേ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബർ കിടക്കുന്ന മനുഷ്യ, ആ മനുഷ്യന് നിസ്കാരമുണ്ടെങ്കിൽ, നോമ്പുണ്ടെങ്കിൽ, സ്വാലിഹായ അമലുകൾ അവകാശപ്പെടാനുണ്ടെങ്കിൽ, ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ അവനെ കെട്ടിപ്പിടിക്കുന്ന സന്തോഷമാണത്രേ അനുഭവപ്പെടുക. അതല്ല, ഖബറിൽ കിടക്കുന്നവൻ ഒരു തമ്മാടിയാണെങ്കിൽ, കള്ള് കുടിച്ച് ദുനിയാവ് രസമാക്കിയവനാ, വ്യഭിചരിച്ച് ദുനിയാവിൽ സുഖിച്ചവനാ, പച്ച ഹറാം ചെയ്തിട്ട് ജീവിച്ചവനാ, പലിശ കൊണ്ട് ജീവിച്ചവനാ, മറ്റുള്ളവന്റെ മുതലിൽ കൈയിട്ട് വാരി ജീവിച്ചവനാ, അഹങ്കാരത്തിന്റെ പ്രതിരൂപമായി ജീവിച്ചവനാ, അവന്റെ ശരീരത്തിലെ എല്ലാ എല്ലുകളും പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന വേദന കൊണ്ട് ആ മനുഷ്യനങ്ങ് ഖബറിന്റെ അകത്തുനിന്ന് നിലവിളിക്കുമ്പോ ആകാശം പിളരുമാറുച്ചത്തില് ആ മനുഷ്യൻ ഖബറിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുമെത്രേ. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ വസ്തുക്കളും അവന്റെ നിലവിളി കേൾക്കുമെത്രേ. മനുഷ്യനെങ്ങാനും അവന്റെ നിലവിളി കേട്ടാൽ ആ നിമിഷം മരിച്ചു വീഴുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വാദിഖുൽ മസ്ദൂഖാണ്. സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുസ്തഫ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാ തഖാഫൂ, മരണവേദനയെ കുറിച്ചൊരു പേടിയും വേണ്ട, വലാ തഹ്സനൂ, ഖബറിനെ കുറിച്ചൊരു ദുഃഖവും വേണ്ട, വഅബ്ശിറൂ ബിൽ ജന്നാ, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, നിങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ആ മനുഷ്യന്റെ അടുക്കൽ വന്ന സ്വാലിഹായ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് പറയുമെന്ന് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല മുഅ്മിനേ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ആ സ്വാലിഹായ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാമും അനുയായികളും വരുന്ന രംഗം എങ്ങനെയാണ്? അല്ലദീന തതവഫാഹുമുൽ മലായിക മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് ത്വയ്യിബീൻ, സുഗന്ധവാഹികളായിട്ടാണ്. നല്ല സുഗന്ധം, നല്ല പരിമളം അടിച്ചു വീശുന്ന സുഗന്ധത്തോടെയാണ് മലായികത്ത് വരുന്നത്. യഖൂലൂന സലാമുൻ അലൈക്കും, മലായികത്ത് അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് സലാം പറഞ്ഞുകൊണ്ടാണ്. ദുഖുലുൽ ജന്നാ, സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടാ വരുന്നത്. സ്വർഗ്ഗത്തിലേക്കുള്ള പാസങ്ങ് കൊടുക്കുകയാണ്. ദുഖുലുൽ
ജന്ന, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്ത സ്വാലിഹായ അമലുകൾ കാരണത്താൽ, നീ ചെയ്ത സൽക്കർമ്മങ്ങളില്ലേ, ആ സൽക്കർമ്മങ്ങൾ കാരണത്താൽ നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ സ്വർഗത്തിലേക്കുള്ള പാസ് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതേ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇല്ല, നോമ്പുമില്ല, സൽക്കർമ്മങ്ങളുമില്ല, പക്കാത്തമ്മാടിയായി കള്ളു കുടിച്ച് വ്യഭിചരിച്ച് പലിശക്കെടുത്ത് പലിശ കൊടുത്ത് സകല ഹറാമിലും ജീവിച്ച മനുഷ്യനുണ്ടല്ലോ. അല്ലദീന, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകളെ ആത്മാവ് പിടിക്കുന്ന സന്ദർഭമുണ്ടല്ലോ. സത്യനിഷേധികളായ ആളുകളുടെ ആത്മാവ് മലായികത്ത് പിടിക്കുന്ന സന്ദർഭമുണ്ടല്ലോ. യദ്രിബൂന വുജൂഹഹും, അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോരാൻ തയ്യാറാവുകയില്ല. അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോരാൻ തയ്യാറാവുകയില്ല. നമ്മളൊരു ബ്ലേഡ് വെള്ളത്തിലേക്ക് ഇട്ടാൽ ആ ബ്ലേഡ് ഇങ്ങനെ വെള്ളത്തിലൂടെ ഓടിക്കളിക്കുന്ന പോലെ ആ മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ഓടി നടക്കുമ്പോ മലായികത്ത് അവന്റെ മുഖത്തെ കാഞ്ഞടിക്കുമെത്രേ, അവന്റെ മുഖത്താഞ്ഞടിക്കുകയാണ്. അവന്റെ പിന്നിലും പിരടിയിലും മുഖത്തും മലക്കുകളാ ഞാൻ അടിച്ചു തൊഴിക്കുകയാണ്. എന്നിട്ട് മലായികത്ത് പറയുമെത്രേ, വദൂഖൂ അദാബൽ ഹരീഖ്, കത്തിയാളുന്ന അദാബ് അനുഭവിച്ചടാ. ഒരുപാട് സുഖിച്ചവനല്ലേ, ഒരുപാട് ആർമാദിച്ചവനല്ലേ, ദുനിയാവിനെ സ്വർഗമാക്കിയവനല്ലടാ. ഇനി വദൂഖൂ അദാബൽ ഹരീഖ്, ആ മനുഷ്യനോട് മലായികത്ത് പറയുമത്രേ, ഇനി അദാബ് അനുഭവിച്ചടാ, ഇവിടെ മുതൽ നിനക്ക് അദാബിന്റെ പൂമാലയാണെന്ന് പറഞ്ഞിട്ട് അടിച്ച് തൊഴിച്ച് പിടിച്ച് പറിച്ചു വലിച്ചിട്ടാണത്രേ ആ മനുഷ്യന്റെ ആത്മാവ് മലായികത്ത് വലിച്ചൂരിയെടുക്കുക എന്ന് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ഇനി ഞാൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ സ്വാലിഹായ മനുഷ്യന്റെ ആത്മാവുമായിട്ട് അല്ലാഹുവിന്റെ മലായികത്ത് വാനലോകത്തേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോ ഭൂമിയിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധമാണ്, വല്ലാത്തൊരു പരിമളം ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉയരുകയാ. മലായികത്ത് ചോദിക്കുമെത്രേ, വാനലോകത്തുള്ള മലായികത്ത് ചോദിക്കുമെത്രേ, അസ്രായിലേ, ഇന്നാരാ മരിച്ചത്? ഇന്ന് ഭൂമിയിൽ നിന്ന് വല്ലാത്തൊരു സുഗന്ധമുണ്ടല്ലോ, ആരാ മരിച്ചതെന്ന് പറയുമോ? മലായികത്ത് അവനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയോ? ഈ ദുനിയാവിൽ അവൻ ചെയ്ത ഏറ്റവും കൂടുതൽ സൽക്കർമ്മം ഏതാണോ, ഈ ദുനിയാവിൽ അവൻ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ എന്താണോ ചെയ്തത്, ആ കാര്യം കൊണ്ടാണ് മലായികത്ത് പരിചയപ്പെടുത്തുക. മലായികത്ത് പറയുമത്രേ, അസ്രായീൽ പറയുമത്രേ, മലായിക ഇന്ന് മരിച്ചതാരെന്നറിയോ? ഒരു ജമാഅത്തും പള്ളിയിൽ നഷ്ടപ്പെടുത്താത്ത മനുഷ്യനാ. ഇന്ന് മരിച്ചതാരെന്നറിയോ? ഒരുപാട് ഖുർആൻ ഓതിയ ആളാ.
ഇന്ന് മരിച്ചതാരെന്നറിയോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില് ലക്ഷോപലക്ഷം സ്വലാത്ത് ചൊല്ലിയ ആളാ. ആ മനുഷ്യന്റെ ഹസനാത്ത് കൊണ്ട് അസ്രായിൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തുമ്പോ വാനലോകത്തുള്ള മലായികത്ത് പറയുമത്ര, അസ്രായിലേ, ആത്മാവിനെ ഇതിലൂടെ ഒന്ന് കൊണ്ടുവരുമോ? എന്തൊരു സുഗന്ധമാണ്, എന്തൊരു പരിമളമാ, ഞങ്ങളൊന്ന് നോക്കട്ടെ, ഞങ്ങൾ ആ സുഗന്ധം ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് മലായികത്ത് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ രാജാതിരാജനായ പടച്ച തമ്പുരാനതാ വിളിച്ചു പറയുകയാ, നമ്മുടെ ഖാലിഖായ അല്ലാഹ്, റാസിഖായ അല്ലാഹ് ഈ സ്വാലിഹായ മനുഷ്യനെ അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായി സുന്ദരമായി മനോഹരമായി മരിച്ച മനുഷ്യ, അല്ലാഹു വിളിച്ചു പറയുകയാ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, സന്തോഷത്തോടെ പരിപൂർണ തൃപ്തിയോടെ അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. നീ ചെയ്ത അമല് കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ, ആ പ്രതിഫലം കൊണ്ട് നീയും തൃപ്തിപ്പെടുന്നതാണ്. എന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ ഇല്ലീൻ എന്ന പരിശുദ്ധമായ സ്ഥലമുണ്ട്. സ്വാലിഹീങ്ങളായ ആളുകളുടെ ആത്മാവിനെ അല്ലാഹു സൂക്ഷിച്ചു വെച്ച ശറഫാക്കപ്പെട്ടൊരു സ്ഥലമാണ് ഇല്ലീൻ. അവിടേക്ക് പോയിക്കോ. ഫദ്ഖുലി ജന്നതി, എന്റെ സ്വാലിഹീങ്ങളായ അടിമകളോടൊപ്പം സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് അല്ലാഹു വിളിച്ച് പറയുകയാണ്. അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര, തമ്മാടിയായ മനുഷ്യനുണ്ടല്ലോ, പക്കാ ഹറാമ് ചെയ്ത് ജീവിച്ച മനുഷ്യന്റെ ആത്മാവുമായിട്ട് വാനലോകത്തേക്ക് അസ്രായീൽ അങ്ങ് കയറി ചെല്ലുമ്പോ വല്ലാത്ത ദുർഗന്ധമാണ്, വൃത്തികെട്ട വാസനയാ. മലായികത്ത് ചോദിക്കുമത്രേ, അസ്രായീലേ, ഇന്നാരാ മരിച്ചതെന്ന് പറയുമോ? ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാ, മലായിക, ഇന്ന് മരിച്ചവനാരെന്നറിയോ? പച്ച വ്യഭിചാരം നടത്തിയവനാ, എത്രയോ തവണ കള്ളു കുടിച്ചവനാ, ഒരുപാട് ഹറാമ് ചെയ്തവനാ. ഈ ദുനിയാവിൽ അവൻ ചെയ്ത പച്ച ഹറാമ് കൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാം അങ്ങ് പരിചയപ്പെടുത്തുമ്പോ വാനലോകത്തുള്ള മലായികത്ത് പറയുമത്രേ, അസ്രായീലേ, ആ മനുഷ്യൻ ആത്മാവ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആകാശത്തിന്റെ കവാടം ഞങ്ങൾ തുറക്കുകയില്ല. ആ തമ്മാടിയുടെ ശരീരം ആത്മാവുണ്ടല്ലോ, അതിങ്ങോട്ട് കൊണ്ടുവരണ്ട. മലായികത്ത് ആകാശത്തിന്റെ കവാടം തുറക്കുകയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഇന്നല്ലദീന കസ്സബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ, അള്ളാഹുവിന്റെ ദീന് കളവാക്കി ജീവിച്ചവനാ, അള്ളാഹുവിനെ നിഷേധിച്ചവന്, ഈ ഭൂമിയിൽ പച്ചാഹങ്കാരിയായി നടന്ന മനുഷ്യനുണ്ടല്ലോ, ദീനിന്റെ ഹറാമിനെയും ഹലാലിനെയും വകവെക്കാതെ ജീവിച്ച പച്ചത്തമ്മാടിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ ആത്മാവിന് വേണ്ടി ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങള് അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. അവന് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന,
അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അവന്റെ ആത്മാവിനെ വാനലോകത്തേക്ക് കയറാൻ വാനലോകത്തിന്റെ മലായികത്ത് അവനിക്ക് കവാടം തുറന്നു കൊടുക്കുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുമില്ല. അസ്രായീൽ അലൈഹിസ്സലാം ചോദിക്കുമത്രേ, അല്ലാഹുവേ അല്ലാഹുവേ, ഈ ആത്മാവിനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് നോക്കണേ, ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടൂല, സ്വർഗത്തിലേക്ക് പാസ് കൊടുക്കൂല. ആ മനുഷ്യനുണ്ടല്ലോ, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരെ, അഥവാ ഒരു കാലത്തും ആ മനുഷ്യന്റെ ആത്മാവിനെ വാനലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ല. ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം ചോദിക്കുമത്രേ റബ്ബിനോട്, അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ആത്മാവിന് എന്ത് ചെയ്യണമല്ലോ? പടച്ച തമ്പുരാൻ പറയുമത്രേ, അസ്രായീലേ, 7 ഭൂമിക്കടിയിൽ സിജ്ജീൻ എന്നൊരു നരകമുണ്ട്, ഒരു തമ്മാടിക്കുഴിയുണ്ട്. പച്ച അഹങ്കാരികളുടെ തമ്മാടികളുടെ ആത്മാവിനെ വലിച്ചെറിയുന്ന സിജ്ജീൻ എന്ന സ്ഥലമുണ്ട്. അവിടേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുമ്പോ ആ തമ്മാടിയുടെ ആത്മാവിനെ വാനലോകത്തേക്ക് സിജ്ജീനിലേക്ക് 7 ഭൂമിയുടെ അടിയിലേക്ക് അസ്രായീൽ അലൈഹിസ്സലാം വലിച്ചെറിയുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. ഇനി മണ്ണറയെ കുറിച്ച് പറയാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. അല്ലാഹു പടച്ച റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ അടുത്തെല്ലാം വിളിക്കാൻ വേണ്ടി പറയുന്നല്ലോ, ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റൊരവസരത്തിൽ നമുക്ക് ബാക്കി പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ചെറിയൊരു ദുആ കൊടുത്തിട്ട് അല്ലേ ഉണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇവിടെ ദുആ ചെയ്യാനും നസീഹത്ത് തരാനും ഇവിടെ ഉസ്താദ് ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും, ഞാനൊരു വലിയ ആളായതുകൊണ്ടെന്നല്ല, ഒരു സദസ്സിൻ്റെ ആദത്ത് എന്നുള്ള നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ മുസ്വാഫഹത്ത് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ഇന്നത്തെ ഈ സദസ്സിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച സംഖ്യ നിങ്ങളെ കയ്യിൽ കരുതിയിട്ട് പെട്ടെന്ന് കേട്ടോ ഇൻഷാ അല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട മുത്തു മോമിനികൾ, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഖ്യ കയ്യിൽ കരുതിയിട്ട് എല്ലാവരും അവിടെ നിന്ന് എണീറ്റ് വരിക, ഒന്ന് മുസ്വാഫഹത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എനിക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ദുആയിൽ എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ ഉസ്താദുമാരോട് അൽഹംദുലില്ലാഹ്, ഇന്ന് ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ ഇവിടുത്തെ ഒരു കൂട്ടത്തിൽ ഒരാളെ പോലെ നമ്മുടെ ഖതീബ് ഉസ്താദും സദർ ഉസ്താദും നമ്മുടെ മുഅദ്ദിൻ ഉസ്താദും മറ്റു ഉസ്താദുമാരൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ വേണ്ടതെല്ലാം ചെയ്തു തന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാരെ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് അല്ലാഹു ഉയർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആത്മാവ് റൂഹ് നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ഉസ്താദുമാരോട് മുഅ്മിനാത്തുകളോട് ഒരൊറ്റ അപേക്ഷ, അല്ലാഹു തന്ന ചെറിയൊരു ശബ്ദം, അല്ലാഹു തന്നൊരു കഴിവ്, ചെറിയൊരു കഴിവുണ്ട് മുഅ്മിനീങ്ങളെ, അവസാനത്തെ ശ്വാസം നിൽക്കുന്നത് വരെ അള്ളാന്റെ ദീനിന് വേണ്ടി ദുനിയാവിലെ പേരും പ്രശസ്തിയും പെരുമയും ഒന്നും വേണ്ട, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടി അവസാന ശ്വാസം വരെ ദീന് പറയാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണേ, നിങ്ങളൊക്കെ ദുആ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ സദസ്സിലുള്ള ദുആകൾ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.